ശ്രീ കെ പി ഫാബിയൻ, നിലവിൽ ഇപ്പോൾ ശ്രീ ടി പി ശ്രീനിവാസൻ പ്രകടിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് പലസ്തീനുള്ള പിന്തുണ കുറയുമോ ഇനി, മാത്രമല്ല ഒരു സീസ് ഫയർ ഘട്ടത്തിൽ അത് ഇല്ലാതാക്കി പുതിയ സംഘർഷ മേഖലകളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണോ എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ഇസ്രായേലുമായി ഒരു പ്രത്യക്ഷ യുദ്ധത്തിന് തയ്യാറാകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള ശക്തി ഇറാനുണ്ടോ? ഇപ്പോൾ ഒരു ഇറാനിയൻ ഡിഫൻസ് ഉദ്യോഗസ്ഥനെ ഇസ്രായേൽ ആക്രമിച്ചു കൊന്നിട്ട് വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു മറുപടി മാത്രമാണ് ഇറാൻ കൊടുത്തിട്ടുള്ളത്. ഈ പ്രോക്സി വഴിയല്ലാതെ നേരിട്ട് ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ശക്തി ഇന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇറാനിൽ ഫോറിൻ പോളിസിയെ സംബന്ധിച്ചിടത്തോളം, ഡൊമസ്റ്റിക് പോളിസിയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം ലീഡറാണ് ഇമ്പോർട്ടൻ്റ് ഡിസിഷൻസ് തീരുമാനിക്കുക, പ്രസിഡൻ്റ് അല്ല. അപ്പോൾ ഇറാൻ്റെ ഫോറിൻ പോളിസിയിൽ ഈ മരണം കൊണ്ട് എന്തെങ്കിലും വ്യതിയാനം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്, ഇറാൻ്റെ സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഗാസയിൽ പലസ്തീനിയൻസ്, ആ സപ്പോർട്ട് തീർച്ചയായിട്ടും നിലനിൽക്കും. പിന്നെ വേറൊന്ന് പറഞ്ഞു അംബാസഡർ ശ്രീനിവാസൻ, അതായത് ഇതുവരെയും നമുക്ക് ഇസ്രയേലിന് ഇതിന് എന്തെങ്കിലും പങ്കുണ്ടായിരുന്നുവെന്ന് നമുക്ക് തെളിവ് കിട്ടിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ഇതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം ബാഡ് വെതറാണ്. തന്നെയുമല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു ബെൽ ഹെലികോപ്റ്ററാണ്. അതിൻ്റെ ബെൽ കമ്പനിയുടെ ആസ്ഥാനം ടെക്സസ് ആണെന്ന് നമുക്കറിയാം. 2018 ഇറാൻ ICJ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കോർട്ട് ഓർഡർ ചെയ്തു അമേരിക്കയോട്, അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമാനിറ്റേറിയൻ നീഡ്സ്, ഭക്ഷണം, മരുന്ന്, സിവിൽ ഏവിയേഷൻ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്, സ്പെയർ പാർട്സ്, ആ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യണമെന്ന് ICJ ഓർഡർ ചെയ്തു. പക്ഷേ വാഷിങ്ടൺ അത് അനുസരിച്ചില്ല. അപ്പോൾ ഒരു ഇറാനിയൻ ഫോർമർ മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞു അമേരിക്കയാണ് ഇതിന് റെസ്പോൺസിബിൾ. അദ്ദേഹം പറഞ്ഞതിൽ കാതലുണ്ട്. ശ്രീ കെ പി ഫാബിയൻ, താങ്കൾ സംശയിക്കുന്നു ഇതിനകത്ത് അട്ടിമറിയുണ്ട് എന്ന്? ഇല്ല, ഇതുവരെ നമുക്ക് അതിനുള്ള തെളിവ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യല് അനോണിമസ് ആയിട്ട് പേര് കൊടുക്കാതെ പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിന് അതിൽ യാതൊരു പങ്ക് ഉണ്ടായിരുന്നില്ലെന്ന്. പിന്നെ വേറൊന്ന് മനസ്സിലാക്കാനുള്ളത്, ഇറാന് ഇതിനെപ്പറ്റി എന്തെങ്കിലും തെളിവുണ്ടോ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ തന്നെയും അതിനെപ്പറ്റി എന്താണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, ആ തീരുമാനം എടുക്കാണ്ട് ഇറാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ പോകുന്നില്ല. ഇതിനകത്തൊരു ഇസ്രായേൽ മുദ്രയില്ലേ, ഒരു മൊസാദ് മുദ്ര ഇല്ലേ? യഥാർത്ഥത്തിൽ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും കൊല ചെയ്യപ്പെടുന്നു. അസർബൈജാനിൽ നിന്ന് വരുമ്പോഴാണ് അസർബൈജാൻ എന്ന് പറയുന്ന ഷിയ സ്റ്റേറ്റ് ഇറാനുമായി കൂടുതൽ അടുക്കുന്നത് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുക ഇസ്രായേലിനെയാണ്. അവരുടെ ആതിഥ്യ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും. ഇങ്ങനെ വെറുമൊരു ഗാസയെ അല്ലെങ്കിൽ പലസ്തീനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഇത്. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ശരിയായിട്ടുള്ള തെളിവ് കൂടാതെ ഇസ്രയേലിനെ ഇക്കാര്യത്തിൽ അക്യൂസ് ചെയ്യുന്നത് ശരിയായിരിക്കില്ല. തന്നെയുമല്ല, ഈ വിമാനം വളരെ പഴയ ഹെലികോപ്റ്ററാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ അടുത്ത് ആവശ്യമുള്ള സ്പെയർ പാർട്സ് ഒന്നുമില്ല. അപ്പോൾ കനിബലൈസ് ചെയ്ത പാർട്സൊക്കെയാണ് അവിടെ ഇടുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചത് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുള്ള ഒരു തെറ്റാണിത്. അതെ, ബെൽ 212 എന്ന് പറയുന്നത് പഴയ പഴയ ഹെലികോപ്റ്ററാണ്. പ്രത്യേകിച്ച് ലെവൽ 1, ഏറ്റവും കാലാവസ്ഥ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളിൽ മാത്രം സ്റ്റേറ്റ് ലീഡേഴ്സിന് സഞ്ചരിക്കാൻ കഴിയുന്ന ഹെലികോപ്റ്ററിലാണ് യഥാർത്ഥത്തിൽ കാലാവസ്ഥ ദോഷകരമായിട്ടുള്ള ഒരു സമയത്ത് സഞ്ചരിച്ചിട്ടുള്ളത് എന്നൊക്കെ കാണുമ്പോൾ തന്നെയും പ്രസിഡൻറ്റും വിദേശകാര്യമന്ത്രിയും ഈ പലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് അസർബൈജാൻ അർമീനിയ പ്രശ്നത്തിൽ അസർബൈജാൻ കുറെ കൂടി ഇസ്രായേൽ പക്ഷത്തേക്ക് ചായുന്നു എന്നുള്ള, ക്ഷമിക്കണം,
ഇറാൻ പക്ഷത്തേക്ക് ചായുന്നു പറയുന്ന കോണ്ടെക്സ്റ്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയാണ്, താങ്കൾ പറഞ്ഞതുപോലെ ആധികാരികമായി ഒരു മെയിൻ സ്ട്രീം മീഡിയയോ അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം രാഷ്ട്രീയ നേതൃത്വമോ ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കാതെ നമുക്ക് അക്കാര്യത്തിൽ എടുത്തു ചാടാൻ കഴിയില്ല. അല്ല, അങ്ങനെയുള്ള ഒരു സംശയം പ്രകടിപ്പിച്ചാൽ പോരാ, അതിനുള്ള തെളിവ് നമുക്ക് കൊടുക്കണം. അല്ലാതെ സംശയം എല്ലാവർക്കും പ്രകടിപ്പിക്കാം.